എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ NCC, അതുപോലെ തന്നെ SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതുപോലുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകുമോ, അതുപോലെ തന്നെ എത്രയാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ വർഷവും ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റിൽ നിന്നുള്ള, അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഓർഡേഴ്സ് ലഭ്യമാവേണ്ടതുണ്ട്. ഇത്തവണ ആ ഒരു ഓർഡർ വന്നിട്ടില്ല, അതായത് ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും, അത് വരാനാണ് സാധ്യതയുള്ളത്. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം, അതായത് ഈ ഒരു 4-ാം മാസമാണ്. 4-ാം മാസം എന്ന് പറയുന്നത് ഏകദേശം, അതായത് ഏപ്രിൽ മാസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം വന്നിട്ടുള്ള ഓർഡറാണ് ഇത്. ഇത്തവണയും ഇതുപോലെ തന്നെ ഓർഡർ വരേണ്ടതായിട്ടുണ്ട്. ഇത് 2023-24 അധ്യയന വർഷം വന്നിട്ടുണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓർഡറാണ്. ഇത്തവണയും ഇതുപോലെ തന്നെ ഓർഡർ വന്നാൽ മാത്രമാണ് ഗ്രേസ് മാർക്ക് ലഭ്യമാവുക. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വന്നിട്ടില്ല. അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം SSLC പരീക്ഷയൊക്കെ, അതുപോലെ +2, +1 ഇതുപോലുള്ള പരീക്ഷകളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഓർഡേഴ്സ് വരിക. അതായത് വാല്യുവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ വരുന്നതായിരിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം എത്ര ഗ്രേസ് മാർക്ക് ഓരോ വിഭാഗങ്ങളിലായിട്ടും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കേരള സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ 20 മാർക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ B ഗ്രേഡ് ആണ് കിട്ടിയത് എങ്കിൽ 15. അതായത് ഈ ഒരു പറയുന്ന, അതായത് കേരള സ്കൂൾ കലോത്സവം, അതുപോലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, അതുപോലെ തന്നെ സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, അതുപോലെ തന്നെ സംസ്ഥാനതല വാർത്താ വായന മത്സരം, സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, അതുപോലെ തന്നെ സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ശാസ്ത്രം, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, അതുപോലെ സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് സാമൂഹ്യ ശാസ്ത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് A ഗ്രേഡ് കിട്ടിയാൽ 20, B ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്കും, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്കും, 1, 2, 3 സ്ഥാനം നിശ്ചയിച്ച് നൽകുന്ന ഇനങ്ങൾക്ക് 20, 17, അത് 14 എന്നിങ്ങനെ മാർക്ക് വീതവുമാണ് നൽകുക. അതായത് ABC ഗ്രേഡ് കിട്ടുന്നതിനനുസരിച്ചാണ് 20, 17, 14 എന്നിങ്ങനെയുള്ള ആ ഒരു മാർക്ക് വരുന്നത്. അതുപോലെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് കിട്ടിയാൽ 25, B ഗ്രേഡ് കിട്ടിയാൽ 20, C ഗ്രേഡ് കിട്ടിയാൽ 15 എന്നിവ അത്ര മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ ജൂനിയർ റെഡ് ക്രോസ് ആണെങ്കിൽ 10 മാർക്കും, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് പ്രൊജക്റ്റ് ആണെങ്കിൽ, അത് SPC ആണെങ്കിൽ 20 മാർക്കുമാണ് കിട്ടുക. അതുപോലെ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിൽ A ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ 20 മാർക്കും, B ഗ്രേഡ് ആണെങ്കിൽ 15 മാർക്കും, C ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ 10 മാർക്കാണ് കിട്ടുക. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്ക് 25 മാർക്കാണ് കിട്ടുക. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗമാണ്, അതിന് 25 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ രാജ്യ പുരസ്കാർ ഓർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് കിട്ടിയവർക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 40 മാർക്കാണ് കിട്ടുക. രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 50 മാർക്കും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 50% ഹാജറുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡിലെ വിദ്യാർത്ഥികൾക്ക് 18 മാർക്കും, രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് കിട്ടിയവർക്ക് 20 മാർക്കും, അതുപോലെ രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് 25 മാർക്കുമാണ് കിട്ടുക. അതുപോലെ NSS റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്കും, NSS സർട്ടിഫിക്കറ്റ് ഉള്ള NSS വോളണ്ടിയേഴ്സിന് 20 മാർക്കാണ് കിട്ടുക. ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കും, ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷന് 25 മാർക്കും, ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്കുമാണ് കിട്ടുക. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വിന്നർ ടീമിന് 5 മാർക്കും, സെക്കൻഡ് വിന്നർ ടീമിൽ നിങ്ങളുണ്ടെങ്കിൽ അതിൽ 3 മാർക്കുമാണ് കിട്ടുക. സർഗോത്സവത്തിൽ A ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്കും, B ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്കുമാണ് ഉണ്ടാവുക. സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ 22 മാർക്കാണ് കിട്ടുക. അതായത് ആ ഫെയറിൽ പങ്കെടുത്ത് ആദ്യ 3 സ്ഥാനക്കാർക്കാണ് ഈ രീതിയിൽ 22 മാർക്ക് കിട്ടുന്നത്. സ്പോർട്സ് ആണെങ്കിൽ അന്തർദേശീയ വിഭാഗത്തിൽ അന്തർദേശീയ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 100 മാർക്കും, 2-ാം സ്ഥാനം നേടുന്നവർക്ക് 90 മാർക്കും, അതുപോലെ തന്നെ 3-ാം സ്ഥാനം നേടുന്നവർക്ക് 80 മാർക്കും, അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് 75 മാർക്കുമാണ് കിട്ടുക. ദേശീയതലം ആണെങ്കിൽ ദേശീയ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം നേടുന്നവർക്ക് 50 മാർക്ക്, 2-ാം സ്ഥാനം നേടുന്നവർക്ക് 40 മാർക്ക്, 3-ാം സ്ഥാനം നേടുന്നവർക്ക് 30 മാർക്ക്, ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് 25 മാർക്ക് എന്നിങ്ങനെയാണ് ഉള്ളത്. സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്തിന് 20 മാർക്കും, 2-ാം സ്ഥാനത്തിന് 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്കുമാണ് ഉണ്ടാവുക. അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നതോ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, കായിക വകുപ്പ് എന്നിവ അംഗീകരിച്ചതോ ആയ അസോസിയേഷനുകൾ നടത്തുന്ന അക്വാറ്റിക്, അത്ലറ്റിക് എന്നീ മത്സരങ്ങളിലും ഗെയിംസ് ഇനങ്ങൾക്കും 4-ാം സ്ഥാനം വരെ നേടുന്നവർക്ക് 7 മാർക്കാണ് കിട്ടുക. അതുപോലെ NCCയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പ് അല്ലെങ്കിൽ RDC, തൽ സൈനിക് ക്യാമ്പ്, അതായത്
SE, ഓൾ ഇന്ത്യ നൗ സൈനിക് ക്യാമ്പ്, AINSE അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വായു സൈനിക് ക്യാമ്പ്, AIVSE, അതുപോലെ തന്നെ HESP NIC, യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം YEP എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് NCC വിഭാഗത്തിലുള്ളവർക്ക് 40 മാർക്കാണ് കിട്ടുക. അതുപോലെ സെലക്ഷൻ പ്രക്രിയയിലും തുടർന്നുള്ള പരിശീലനത്തിനും 2 മുതൽ 3 മാസം വരെ ക്ലാസ് നഷ്ടപ്പെടുന്നു. മറ്റ് സാമൂഹ്യ സേവന പരിപാടികളിലും മറ്റ് NCC പരിപാടികളിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, അതായത് NIC, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക്, അതായത് ഈ ഒരു വിവിധ വിഭാഗങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഈ ഒരു വിഭാഗങ്ങളിലുള്ളവർക്ക് 30 മാർക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൽ അതായത് ഇതിലുള്ളവർക്ക് 75%മോ അതിൽ കൂടുതൽ പരേഡ് അറ്റൻഡൻസ് NCC ഉള്ളവർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 20 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വിവിധ വ്യവസ്ഥകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേതാണ്, ഈ വർഷത്തേത് അല്ല. അതായത് 2023-24 അധ്യയന വർഷത്തേതാണ്. ഈ വർഷത്തേത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഏകദേശം അടുത്ത മാസത്തോടെയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടെയോ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എത്ര മാർക്ക് ഗ്രേസ് മാർക്കിനത്തിൽ നൽകേണ്ടതായിട്ടുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് എത്ര വീതം മാർക്കുകളാണ് നൽകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ അടുത്ത വർഷമല്ല അടുത്ത മാസത്തോടെ ഈ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നതായിരിക്കും. നിലവിൽ ഇത് എന്ന് പറയുന്നത് 2023-24 അധ്യയന വർഷത്തേതാണ്. അപ്പോൾ ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കുലർ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ വർഷം വന്നു കഴിഞ്ഞാലും ഇതേ രീതിയിലോ അല്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതിൽ എത്ര ഗ്രേസ് മാർക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.